സാധാരണ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംസ്ഥാനങ്ങളാക്കി മാറ്റുന്ന സംഭവങ്ങളാണ് നടക്കാറുള്ളത്. എന്നാൽ രാജ്യചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കുന്ന സംഭവമാണ് ജമ്മു കാശ്മീരിൽ അരങ്ങേറിയത്. 2014 ശേഷം ജമ്മു കാശ്മീർ അസംബ്ലിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നതേയില്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന ജമ്മു കാശ്മീർ അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പിന്റെ ലോക് പോളിന്റെ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി ജമ്മു കാശ്മീരിനെ സ്വർഗമാക്കി എന്നാണ് BJP അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ജീവിതം കൂടുതൽ ദുസ്സഹം ആവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 5 സീറ്റുകളുള്ള ജമ്മു കാശ്മീരിൽ 2 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിച്ചത്. 17-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ പോലും BJPക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം ഒരു പ്രശ്നവും കൂടാതെ പൂർത്തിയായി. ഇതനുസരിച്ച് 90 അംഗ അസംബ്ലിയിൽ നാഷണൽ കോൺഫറൻസ് 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും CPM 1 സീറ്റിലും ജമ്മു കാശ്മീർ നാഷണൽ പാർട്ടി 1 സീറ്റിലും മത്സരിക്കും. ബാക്കിയുള്ള 5 സീറ്റുകളിൽ മാന്യമായ സൗഹൃദ മത്സരവും ആണ്. ജമ്മു കാശ്മീരിൽ നിയമസഭ പിടിച്ചെടുക്കാം എന്നായിരുന്നു BJP വ്യാമോഹിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പില്ല എന്നാണ് ലോക് പോളിന്റെ സർവേ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 2-നും 28-നും ഇടയ്ക്കാണ് ഇവർ ഈ സർവേ നടത്തിയത്. ഇതിന്റെ സാമ്പിൾ സൈസ് 22,500. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും 250 പേരെയാണ് ഇവർ ഇന്റർവ്യൂ ചെയ്തത്. പ്രായം, ലിംഗം, മതം എന്നിവയ്ക്ക് പോപ്പുലേഷന് തുല്യമായ റെപ്രസെന്റേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ സർവേ നടത്തിയത്. 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ സർവേ അനുസരിച്ച് ഇന്ത്യ സഖ്യത്തിന് 51-നും 56-നും ഇടയ്ക്ക്, BJPക്ക് 23-നും 26-നും ഇടയ്ക്ക്, PDPക്ക് 4-നും 8-നും ഇടയ്ക്ക്, മറ്റുള്ളവർക്ക് 3-നും 7-നും ഇടയ്ക്ക് സീറ്റുകളാണ് ലഭിക്കുക. ഓരോ കക്ഷികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനം ഇങ്ങനെയാണ്. ഇന്ത്യ സഖ്യത്തിന് 40 മുതൽ 42 വരെ, BJPക്ക് 28 മുതൽ 30 വരെ, PDPക്ക് 18 മുതൽ 20 വരെ, മറ്റുള്ളവർക്ക് 10 മുതൽ 13 വരെ. അപ്പോൾ ഈ സർവേ കാണിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് 3-2 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ അത് 4-3 വരെ ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വരും നാളുകളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാശ്മീരിൽ അനേകം തെരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും നടത്താൻ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടുകൂടി BJPയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമെന്ന് തീർച്ചയാണ്. ഇന്ത്യ സഖ്യത്തിന് 60-ൽ കുറയാത്ത സീറ്റുകൾ ഇവിടെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്.